ആക്റ്റീവായ സിമ്മില്ലാതെ ഇനി വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. അതായത് ഇന്ത്യയിൽ നിന്നും ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. നിലവിൽ നമ്മൾ പല പ്രവാസികളും നമുക്ക് ഒരു ഫോണിൽ തന്നെ 2 വാട്സപ്പ് ഉണ്ടാവും. ഇപ്പോൾ നാട്ടിലെ നമ്പർ വെച്ചിട്ട് നമ്മൾ വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ ആ സിമ്മ് മാറ്റി വയ്ക്കും. എന്നാലും നമുക്ക് നമ്മുടെ ഫോണിൽ വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റും. ത്രൂ നെറ്റ് വഴിയും വൈഫൈ വഴിയൊക്കെ നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനി മുതൽ അത് നടക്കില്ല. ഏത് ഫോണിലാണോ സിം ആക്റ്റീവ് ആയിട്ടുള്ളത് ആ സിമ്മുമായിട്ട് രജിസ്റ്റർ ചെയ്ത വാട്സപ്പ് ആ ഒരു ഫോണിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതായത് പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഇതൊക്കെ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പുതിയ മാർഗ്ഗനിർദ്ദേശം നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ വാട്സപ്പ് വെബ് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴും ഇത് ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആവുന്നുള്ളതാണ്. പിന്നീട് QR കോഡ് വഴി സ്കാൻ ചെയ്ത് വെരിഫൈ ചെയ്ത് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം എന്നുള്ളതാണ്. വാട്സപ്പിനും മറ്റ് സമാനമായിട്ടുള്ള ആപ്പുകൾക്കൊക്കെ തന്നെ ഈ ഒരു നിർദ്ദേശങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി 90 ദിവസത്തെ സമയമാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഏത് സിമ്മാണ് ആക്റ്റീവ് ആയിട്ടുള്ളത് ആ സിമ്മുമായിട്ട് രജിസ്റ്റർ ചെയ്ത വാട്സപ്പ് മാത്രമാണ് ആ ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ്.